വയസ്സിൻ്റെ ആനിവേഴ്സറി ആണ് കേട്ടോ. ഞാൻ കളിക്കാൻ പോകുന്ന അമ്പല ഡാൻസാണ്. 1:30 പോവണ്ടേ, പക്ഷെ 2:30 ആയിട്ട്. ഹായ് ഫ്രണ്ട്സ്, അതെ വെള്ളിയാഴ്ച നടന്ന പരിപാടിയായിരുന്നു കേട്ടോ ഇത്. പക്ഷേ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കൊണ്ട് എനിക്കിത് ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ കുട്ടിക്കുറുമ്പീനെ ഒരു 1:30 ആകുമ്പോഴത്തേനും സ്കൂളിൽ കൊണ്ടുവന്നാക്കണമെന്നായിരുന്നു ടീച്ചർ പറഞ്ഞു കേട്ടോ. പക്ഷേ റെഡിയായി വന്നപ്പോഴത്തേനും 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ 2:30 ആയപ്പോഴാണ് അവളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയത്. ഏട്ടനാണ് കേട്ടോ കൊണ്ടുവന്നാക്കിയത്. പിന്നെ 5:30 ആകുമ്പോഴാണ് ഫംഗ്ഷൻ തുടങ്ങുകയുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു 5:15 ആയപ്പോഴത്തേനും കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ കുട്ടിക്കുറുമ്പിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തവണ നമ്മൾ കുറച്ച് നേരത്തെ പോയായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ തവണത്തെ കുട്ടിക്കുറുമ്പിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടായിരുന്നത്. കാരണം ഫ്രണ്ടിലെല്ലാവരും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അതായിരുന്നു കൊണ്ട് നമുക്ക് ആളുകളുടെ തല മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പിള്ളേരൊക്കെ അവിടെ നിൽക്കലും ഒക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ എഴുന്നേറ്റ് നിന്ന് കാണലൊക്കെ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു കൊണ്ട് നമ്മൾ നേരത്തെ പോയായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ പോയി. അപ്പോൾ അതായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിട്ടോ. നമ്മൾ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനോർത്തു ദൈവമേ ഇനി തിരക്കൊക്കെ ആയിരിക്കുമോ, സ്ഥലം കിട്ടൂലായിരിക്കുമോ, ബാക്കിൽ പോയിരിക്കേണ്ടി വരും എന്നൊക്കെ ഓർത്താണ് പോയത്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് വിശിഷ്ടാതിഥികളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഓരോ പിള്ളേർ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഗ്രൂപ്പാക്കി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടിക്കുറുമ്പീനെ കാണണ്ടായില്ല കേട്ടോ. പിന്നെ അവളെ തിരക്കി നടക്കലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവളെ കണ്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളുടെ ബാഗൊക്കെ അവളുടെ ക്ലാസ്സിലായിരുന്നു ഇരുന്നത്. കാരണം അവളുടെ ക്ലാസ് 2ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഗ്രൗണ്ടിലായിട്ട് ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ബജ്ജി സാധനങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോഴേ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ആകെ ഉണ്ടായിരുന്നത് ലേസ്, കുർക്കുറു അങ്ങനത്തെ സാധനമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊരു 4 പാക്കറ്റ് വാങ്ങിച്ച് അത് കൊടുത്തു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ നമ്മൾ അവളുടെ ക്ലാസ്സിൽ പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കാരണം ബാഗിനകത്ത് വെള്ളവും സ്നാക്സും ഒക്കെ ഉച്ചയ്ക്ക് കൊടുത്തുവിട്ട് തന്നെ കുറച്ചൊക്കെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ബാഗ് മുകളിൽ പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രസംഗവും ഡാൻസും ഇടകലർത്തിയായിരുന്നു കേട്ടോ. അതായിരുന്നു കൊണ്ട് തന്നെ ആർക്കും ബോറടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കുട്ടിക്കുറുമ്പിയുടെ ചാച്ചൻ്റെ പിള്ളേർ വന്നായിരുന്നു കേട്ടോ കുട്ടിക്കുറുമ്പിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്.